ഭൂമി, എന്താ അത്? എക്സാമിന് ഇനി ഒരാഴ്ചയേ ഉള്ളൂ. ഇങ്ങനെ പഠിക്കാതിരുന്നാ എങ്ങനെയാ? ഞാൻ എന്തിനു പഠിക്കണം? എക്സാം എഴുതുന്നവര് പഠിച്ചാ പോരെ. ഞാനിവിടെ വന്നത് നിങ്ങൾക്ക് ബോഡി ഗാർഡ് ആകാൻ വേണ്ടിയാ, എക്സാം ഒന്നും എഴുതി ജയിക്കാൻ വേണ്ടിയല്ല. എന്നാൽ നിങ്ങൾ രണ്ടുപേരും നന്നായി പഠിക്കണം. ഞാൻ സാറിന് സത്യം ചെയ്ത് കൊടുത്തതാ. ഭൂമി എക്സാം എഴുതുന്നില്ലെങ്കിൽ ഞങ്ങൾ എഴുതുന്നില്ല. നിങ്ങൾ എന്തിനു എഴുതാതിരിക്കണം? ഇയാള് കാരണം. ഇയാൾ എഴുതുന്നില്ലെങ്കിൽ ഞങ്ങൾ എഴുതുന്നില്ല. വേണ്ട, നിങ്ങൾ ഇനി എഴുതാതിരിക്കണ്ട. ശരി ശരി, ഞാൻ എക്സാം എഴുതാം. എന്നാ ഫോൺ അവിടെ വെച്ചിട്ട് വല്ലതും പഠിക്കാൻ നോക്ക്. കാണിക്കുന്നത് ഇപ്പൊ എല്ലാം ഒന്ന് ആറി തണുത്തതേ ഉള്ളൂ. ഇനി ഫോൺ ചെയ്ത് അയാളെ ബുദ്ധിമുട്ടിക്കാതെ. നീയും എല്ലാം കണ്ടോണ്ടിരിക്കല്ലേ. ഇപ്പൊ ഞാൻ ഫോൺ ചെയ്തില്ലെങ്കിൽ ഭൂമി എക്സാം എഴുതില്ല. അതുകൊണ്ടാ ഈ ഒരു പ്രാവശ്യം മാത്രം, അതും അവൻ എക്സാം എഴുതാൻ വേണ്ടിട്ട്. പിന്നീട് ഞാൻ അവന് ഫോൺ ചെയ്യുകയല്ല. സത്യം. ഏയ്, എന്താ ഇത്രയും നാളും വിളിക്കാഞ്ഞേ? ഇനി ഒരിക്കലും ഫോൺ ചെയ്യില്ലെന്നാ ഞാൻ വിചാരിച്ചത്. നിനക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ദേഷ്യമൊന്നുമില്ല. എക്സാം അടുത്തല്ലോ, അതാ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച്. നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. എന്തു പഠിക്കാൻ? ഇപ്പോഴാ ഞാൻ എക്സാം എഴുതുന്നില്ല എന്ന് പറഞ്ഞപ്പോ മീര എന്നോട് ദേഷ്യപ്പെട്ടത്. എക്സാം എഴുതുന്നില്ലെന്നോ? എന്താ നോക്ക്, മര്യാദക്ക് പഠിച്ച എക്സാം എഴുതിയില്ലെങ്കിൽ പിന്നെ ഞാൻ നിനക്ക് ഫോൺ ചെയ്തില്ല. നീ ഇപ്പൊ എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ എക്സാം എഴുതത്തേ ഇല്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഫോൺ ചെയ്തല്ലോ. നന്നായിട്ട് പഠിച്ച എക്സാം എഴുതാ. നീ റാങ്ക് വാങ്ങിക്കുന്ന അന്ന് ഞാൻ നിന്റെ മുന്നിൽ വരും. ഇത് ഞാൻ വിശ്വസിച്ചോട്ടെ? വരാന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കും. യെസ്. ഞാൻ പറഞ്ഞില്ലേ അവളെന്നെ വിളിക്കുമെന്ന്. അത്ര ഇഷ്ടാ എന്നോട്. ഞാൻ എക്സാം നന്നായിട്ട് എഴുതിയ എന്നെ കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഫോൺ വന്നല്ലേ? ആദ്യമായിട്ടാ ഫോൺ നമ്പർ ഒന്ന് ചോദിച്ചു വാങ്ങിക്ക്. ബാക്കി കാര്യം പിന്നെ നോക്കാം. എക്സാം എല്ലാം നന്നായിട്ട് എഴുതിയോ? എക്സാം എല്ലാം നന്നായിട്ട് എഴുതിയത്. നീ എനിക്ക് പ്രോമിസ് ചെയ്ത കാര്യം മറന്നുപോയോ? എന്താ മൗനമായത്? വരുമല്ലോ അല്ലേ? ഇല്ല, ഞാൻ വരില്ല. നിന്റെ മുൻപിൽ എനിക്ക് വരാൻ കഴിയില്ല. എന്താ ജാതി, മതം, പണക്കാരൻ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് നോക്ക്, ഇതൊന്നും ഒരു പ്രശ്നമല്ല. എനിക്ക് നിന്നെ കാണണം. നീ വന്നേ പറ്റൂ. ഞാൻ വന്നാ തിരിച്ചു പോവാൻ പറ്റില്ല. നിന്റെ കൂടെ എന്നെ കൊണ്ടുപോകേണ്ടി വരും. എന്നെ കളിയാക്കുക നീ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, നീ എന്നെ കൊണ്ടുപോവോ? വന്നാ പിന്നെ കൂട്ടിക്കൊണ്ടു പോകാതെ? കള്ളം പറയരുത്. നല്ലോണം ആലോചിച്ചു പറ. എന്റെ അച്ഛൻ സാധാരണക്കാരനല്ല. അതൊന്നും ഓർത്ത് എനിക്ക് വിഷമമില്ല. നീ വന്നാ നിന്നെ ഞാൻ കൊണ്ടുപോകും. ഞാൻ ആരായാലും, നീ ആരാണെങ്കിലും എങ്ങനെ ഇരുന്നാലും നീ വന്നാ തീർച്ചയായും നിന്നെ കൊണ്ടുപോയിരിക്കും. എന്നാ നീ നാളെ ഏർലി മോർണിംഗ് റെയിൽവേ സ്റ്റേഷൻ വന്നേക്ക്. ഞാൻ അവിടെ ഉണ്ടാവും. അയ്യോ, അത് നടക്കില്ല. കാരണം നാളെ രാവിലെ മീരയെ കൊണ്ടുപോയി വീട്ടിൽ വിടണം എനിക്ക്. നീ മീരയെ വിട്ടിട്ട് വരുമ്പോഴേക്കും ഞാൻ ഇവിടെ ഉണ്ടാവില്ല. എന്താ? എന്തുകൊണ്ടുണ്ടാവില്ല? എന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് എന്നെയും കൊണ്ടുപോവില്ലേ? ഓ, അപ്പോ അങ്ങനെയെങ്കിൽ ഞാൻ മീരയോട് സംസാരിക്കാം. പിന്നെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. പോകുന്ന വഴിക്ക്
എൻ്റെ അച്ഛനെ അമ്മയെ കണ്ട് പറഞ്ഞിട്ട് പോയാലെന്താ? അതൊന്നും വേണ്ട. എന്റെ വീട്ടിലുള്ളവർ അറിഞ്ഞ പ്രശ്നമാവും. എന്നാ നാളെ രാവിലെ പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ വിളിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. മീരെ, 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 അവൾ എന്നെ ഇപ്പോൾ വിളിച്ചായിരുന്നു. നാളെ രാവിലെ എന്നോട് വരാൻ പറഞ്ഞേക്ക. അവിടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകും മുമ്പ് എൻ്റെ കൂടെ വരാന്നാ പറഞ്ഞേ. അതിന് നിങ്ങളെന്താ പറഞ്ഞ? വരാന്ന്. എന്തിനാ അങ്ങനെ പറഞ്ഞ? അവളുടെ വീട്ടുകാര് പ്രശ്നം ഉണ്ടാക്കിയ? ഞാനെന്തിനാ പേടിക്കുന്നേ? ഒരു നാട് മുഴുവനും ഇളകി വന്നാലും എനിക്ക് പേടിയൊന്നുമില്ല. എൻ്റെ കൂടെ സാറുണ്ടല്ലോ. ഇനി ചിലപ്പോ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയില്ലെന്ന് കൂടി വരാം മീരെ. അതുകൊണ്ട് മീരയും മിത്രയും തങ്കപ്പൻ്റെയും പൊന്നമ്മയുടെയും കൂടെ നാളെ രാവിലെ വീട്ടിലേക്ക് പൊയ്ക്കോളാമോ? പൊയ്ക്കോളാം. ഓക്കെ, താങ്ക് യു. പിന്നെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി ഒന്നാം പ്രാർത്ഥിക്കണം. മീരെ, നീ ഇപ്പൊ എടുത്തതാണ് ശരിയായ തീരുമാനം. നീ ഇത് അയാൾക്ക് വേണ്ടി ചെയ്തതല്ല, നിനക്ക് വേണ്ടിയും കൂടെയാ. നീ ധൈര്യമായിട്ട് പോ. നിങ്ങൾ രണ്ടുപേരും ആരും തേടി വരാത്ത ഒരു സ്ഥലത്ത് സുരക്ഷിതമായി എത്തുന്നത് വരെ നിന്റെ വീട്ടിലറിയാതെ ഞാൻ നോക്കിക്കൊള്ളാം. നീ പുറപ്പെട്ടോ? ഞാൻ ഇപ്പോഴാ പുറപ്പെടാൻ പോന്നേ. നീ ഇറങ്ങിയോ? റെഡി ആയിക്കൊണ്ടിരിക്കുക. പുറപ്പെടും മുമ്പ് നിന്നോട് ഒരു പ്രാവശ്യം കൂടി ചോദിക്കാന്ന് കരുതി. എന്നെ കൊണ്ടുപോകുമല്ലോ? എന്തായി പറയുന്നേ? ഇതുവരെ എന്നെ വിശ്വാസമായില്ലേ? വിശ്വാസം ഇല്ലഞ്ഞിട്ടല്ല, പേടിയായിട്ടാ. എന്നെ കാണുമ്പോ നിന്റെ മുഖത്തൊരു ചെറിയ മാറ്റം ഉണ്ടായാലും ഞാൻ നിന്റെ കൂടെ വരില്ല, തിരിച്ചു പോവുകയില്ല. ഓടുന്ന ട്രെയിനിന്റെ അങ്ങനെയൊക്കെ പറയാതെ. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഭാഗത്തുനിന്ന് ഒന്നും സംഭവിക്കില്ലെന്ന്. നീ ധൈര്യമായിട്ട് പോരെ. ഓക്കെ, ഞാൻ സ്റ്റേഷനിൽ എത്തിയ ഉടനെ നിന്നെ വിളിക്കാം. അപ്പൊ വരുന്ന ട്രെയിൻ എങ്ങോട്ടേക്ക് പോകുന്നു അവിടത്തേക്ക് 2 ടിക്കറ്റ് എടുത്തിട്ട് നീ അതിൽ വെയിറ്റ് ചെയ്യ്. ഞാനും അതിലുണ്ടാവും. പോകുന്നതിന് മുമ്പ് നിന്റെ അച്ഛനും അമ്മയും കാണണമെന്ന് പറഞ്ഞില്ലേ? അവരേതെങ്കിലും ഒരു സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാൻ പറ, കണ്ടിട്ട് പോവാം. ശരി, ഞാൻ ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് പറയാം. നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ട്രെയിനിൽ കയറും. അവിടെ നീ വന്നില്ലെങ്കിൽ ഇതായിരിക്കും എന്റെ അവസാനത്തെ യാത്രയും. അതെ, ആ ബോഡി ഗാർഡ് നമ്മളെ ചതിച്ചു. അവൻ ഭയങ്കര ദ്രോഹമാണ് ചെയ്തത്. നമ്മുടെ മീരയും കൂട്ടിക്കൊണ്ട് നാട് വിട്ടു പോകാൻ പോവുകയാണെന്ന്. ദേവികെ, അവൻ ഒരിക്കലും നമ്മളോടൊന്നും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. അതുപോലെ ഞാൻ അവനെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട്. വിശ്വാസവഞ്ചന കാണിക്കുന്നവനെ ഞാൻ വെറുതെ വിടില്ലെന്ന് അവന് നന്നായി അറിയാം. ഇതാണല്ലേ പ്രശ്നം, നമ്മുടെ മോടെ ജീവിത പ്രശ്നം. പൊന്നമ്മയാണ് ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞത്. അവർ രണ്ടുപേരും ഫോണിൽ സംസാരിക്കുന്നത് കേട്ടെന്ന്.